കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ദാനമായി നൽകിയ ദൈവത്തിൻ്റെ ദയയ്ക്കും അവിടുത്തെ വിശ്വസ്തതയ്ക്കും കരുണയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച അവിടുത്തെ മഹിമാസന്നതയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള സർവശക്തന് നന്ദി പറയാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ വഴി നടത്തുവാൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങൾ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം. അവിടുന്ന് ഉന്നതനായ ദൈവമാണ്, ഉയർന്നിരിക്കുന്ന ദൈവമാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധനെന്ന നാമമുള്ളവനാണ്. അവിടുത്തെ വലിയ പ്രവൃത്തികൾ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പറഞ്ഞു തീരാത്ത എല്ലാ ദാനങ്ങൾക്കായും ദൈവത്തിന് നന്ദി പറയാം. ആയുസ്സും ആരോഗ്യവും ബലവും സൗഖ്യവുമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്നയോളം നടത്തിയ വിധങ്ങൾ, കൊണ്ടുവന്ന വഴികൾ എല്ലാം ശ്രേഷ്ഠമാണ്. എല്ലാറ്റിനായും നമുക്ക് നന്ദി പറയാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം അവിടെ നമ്മെ വഴി നടത്തും. അതുകൊണ്ട് ഭക്തൻ പാടിയതുപോലെ ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ നമുക്ക് തയ്യാറാവാം. ദൈവം ജീവിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയായ ദൈവത്തിൻ്റെ പക്കലാകുന്നു. ഇന്ന് പകലും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി അവിടുന്ന് വെളിപ്പെടുത്തും. മാനുഷിക കരങ്ങളൊക്കെ പരാജയപ്പെടുമ്പോൾ പരാജയപ്പെടാത്ത ഒരു കരം നമുക്ക് വേണ്ടി ഉണ്ട്. മാനുഷിക സംവിധാനങ്ങൾ അസ്തമിക്കുമ്പോൾ അസ്തമിക്കാത്ത ഒരു കരം നമുക്ക് വേണ്ടി ഉണ്ട്. ഇന്നയോളം നടത്തിയവൻ വരാലും നടത്തും, നാളെയും നടത്തും എന്ന് ഞങ്ങൾ അവൻ ആശ വച്ചിരിക്കുന്നു എന്ന് പറയാൻ നമുക്കിടയാവണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും ചിന്തിക്കുന്ന ഘട്ടം വന്നപ്പോൾ പറഞ്ഞത്, ഇത്ര ഭയങ്കര മരണത്തിൽ ഞങ്ങളെ വിടുവിച്ചു, ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൽ ആശ വെക്കുവാൻ, പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകാൻ അവിടുത്തെ ആത്മാവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും അവിടുത്തെ കരത്തിൻ്റെ വല്ലഭത്വം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം ചെയ്യാം. ഒരു മനുഷ്യനുമല്ല നമ്മളെ നയിക്കുന്നത്, നേതാവല്ല നമ്മളെ നയിക്കുന്നത്, നമ്മുടെ ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. ദൈവത്തിൻ്റെ കരമാണ് നമ്മളോട് കൂടെ ഇരിക്കുന്നത്. സകല നിയന്ത്രണവും അധികാരവും എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന ചിന്ത നമ്മളെ ഭരിക്കുമെങ്കിൽ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ നോക്കി പറ, സകലത്തിന്മേലും എൻ്റെ കർത്താവിന് നിയന്ത്രണമുണ്ട്. സകലത്തെയും അവിടുന്ന് കാൽ കീഴാക്കിയവനാണ്. അവിടുത്തെ ശക്തി ഇന്നും തീർന്നു പോയിട്ടില്ല. അവിടുത്തെ വിവേകത്തിന് അന്തമില്ല. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ വിചാരങ്ങളും അവിടുത്തെ വഴികളും ഏറ്റവും ശ്രേഷ്ഠകരമായി അത്യന്തം ഉയർന്നിരിക്കുന്നതാകിയാൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വീഴുവാൻ തക്കവണ്ണം പലപ്പോഴും തള്ളപ്പെടുമ്പോഴും ഒരു കരം നമ്മളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ബലമുള്ള കരമാണ്, ഉയർന്നിരിക്കുന്ന കരമാണ്, ശ്രേഷ്ഠഭുജമാണ്. ആ കരത്തിൻ്റെ വല്ലഭത്വം നമുക്ക് വേണ്ടി ഇന്നും വെളിപ്പെട്ടു വരാൻ ആത്മാവിൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടാകും. ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോകുകയാണ്. അവിടുത്തെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൻ്റെ മഹത്വം കാണും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എനിക്ക് വേണ്ടി ദൈവം സമാപ്തി വരുത്തും, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ ഇന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്നും അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി കരുതും. സ്തോത്രം. 146 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം, യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ
പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. 146 സങ്കീർത്തനം 5 വാക്യമാണല്ലോ നാം വായിച്ചത്. യഹോവയെ സ്തുതിക്കാൻ ആഹ്വാനം ചെയ്തിട്ട് പറയുന്നു, ജീവനുള്ളതെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. സ്തുതിക്കുന്ന ഒരു ഭക്തന് ഇന്ന് പകലിലും ദൈവശബ്ദം കേൾക്കാൻ കഴിയും. യഹൂദ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഹൂദയോടാണ് യുദ്ധത്തിന് പുറപ്പെടാൻ ദൈവം പറഞ്ഞത്. കനാനോട് ആര് യുദ്ധം ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, യഹൂദ പുറപ്പെടണം. സ്തുതിക്കുന്നവൻ പുറപ്പെടും, സ്തുതിക്കുന്നവൻ എഴുന്നേൽക്കും, സ്തുതിക്കുന്നവൻ കീഴ്പ്പെടുത്തേണ്ടതിനെ കീഴ്പ്പെടുത്തും, സ്തുതിക്കുന്നവൻ്റെ മുമ്പിൽ എരിഹോവുകൾ ഇടിയും. മാർഗതടസ്സമായി നിൽക്കുന്ന സകല ശക്തികളും ഇടിയണമെങ്കിൽ ഇന്നു പകൽ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. അർദ്ധരാത്രിയിൽ പൗലോസും ശിലാസും സാഹചര്യങ്ങളെല്ലാം എതിരായി. അവിടെ സ്തുതിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ അല്ല ആ കാരാഗ്രഹത്തിൽ. ആണോ? അല്ല. ശാരീരികമായി അവർ തകർക്കപ്പെട്ടു, മാനസികമായി ഒക്കെ അവരെ ബാധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ അർദ്ധരാത്രിയായപ്പോൾ അവർ എഴുന്നേൽക്കാൻ തയ്യാറായി, അവർ സ്തുതിക്കാൻ തയ്യാറായി, അവർ പാടാൻ തയ്യാറായി. അടിസ്ഥാനങ്ങളെ ദൈവം കുലുക്കി, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു, വാതിലുകളൊക്കെയും തുറന്നു പോയെന്ന് എഴുതി. തുറക്കുമെന്നല്ല, തുറന്ന് പോയി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സ്തുതിക്കുന്നവന് വേണ്ടി ചിലത് തുറന്നുപോയി. അടച്ചു വച്ചത്, പൂട്ടിയത്, ഓ ഹല്ലേലൂയ, പുറത്തുവിടത്തില്ലെന്ന് പറഞ്ഞത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അത് തുറന്നുപോയി, തുറന്നുപോയി, തുറന്നുപോയി. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അത് തുറന്നുപോയി. തുറക്കുമെന്നല്ല, തുറന്നുപോയി. ഞാൻ പറയാൻ വന്ന യാക്കോബിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശ. യാക്കോബിൻ്റെ ദൈവം ആരാന്നറിയാമോ? ഓ ഹല്ലേലൂയ. തുറസായ സ്ഥലത്ത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട, കല്ല് തലയണയായി വെച്ച് അപ്പൻ കൂടെയില്ല, അമ്മ കൂടെയില്ല, പക്ഷെ അവിടെ ഒരു ദൈവശബ്ദം, ഒരു ദർശനം. കണ്ടവൻ്റെ പേര് മാറ്റി അവനെ എത്തിക്കേണ്ടയിടത്ത് എത്തിച്ച്, തിരിച്ചു വരുത്തേണ്ടയിടത്ത് തിരിച്ചു വരുത്തി. യാക്കോബിനെ ഒരു ഇസ്രായേലാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നീ ഒറ്റപ്പെടുമ്പോൾ ഇവിടെ നിൻ്റെ പേര് മാറ്റുന്ന യാക്കോബിൻ്റെ ദൈവം, ആ പേരാണ് ഇസ്രായേലായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. വലത്തുഭാഗത്ത് തണലായി ഗമനത്തെയും ആഗമനത്തെയും പ്രാണനെയും പരിപാലിക്കുന്ന സർവശക്തൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ തൻ്റെ ജനം ഒന്ന് തിരിച്ചറിയണം. യാക്കോബിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. കാരണം അതിന് മുമ്പ് വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും അരുത്. കാരണം പ്രഭുക്കന്മാർ പിൻവലിയുന്ന സമയങ്ങളുണ്ട്, അവരുടെ മുഖം കറക്കുന്ന സമയമുണ്ട്. മനുഷ്യരൊക്കെ ഞങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന സമയമുണ്ട്. പക്ഷേ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ, അവന് വേണ്ടി തൻ്റെ ദൈവമായ യഹോവ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, യാഹെന്ന് പറയുന്നവൻ, അനാദിയായും ശാശ്വതമായവൻ, ഹല്ലേലൂയ, ഇന്നും നമ്മോട് കൂടെ ഇറങ്ങി വരും. ആ ദൈവം സഹായമായി. ഒന്നുകൂടെ പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം മനുഷ്യരിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അങ്ങനെയെങ്കിൽ യാക്കോബിൻ്റെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവം, യാക്കോബിൻ്റെ ദൈവം നിർമ്മിക്കുന്ന ദൈവം, യാക്കോബിൻ്റെ ദൈവം നിവർത്തുന്ന ദൈവം. 20 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ.
എവിടാന്നറിയാം? കഷ്ടകാലത്ത് യാക്കോബിൻ്റെ ദൈവം നിനക്ക് ഉത്തരമറുമാറാകട്ടെ. കഷ്ടത വരുമ്പോൾ, വേദനയുടെ തീച്ചൂളയിലൂടെ നടക്കുമ്പോൾ യാക്കോബിൻ്റെ ദൈവം ഉത്തരമരുളുന്ന ദൈവമാണ്. അലഞ്ഞു നടന്നവന് എതിരെ സ്വർഗീയ സേന വന്നപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സേനയെ കണ്ടു എന്ന് പറഞ്ഞ് മഹനീയം എന്ന് പേർ വിളിച്ചതുപോലെ നിനക്കെതിരെ ദൈവത്തിൻ്റെ സേന വരും. ഹല്ലേലൂയ, നീ ശ്രേഷ്ഠകരമായി കാണും. അതുകൊണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നിനക്ക് ഉത്തരമറുന്നത്. ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം ഇന്ന് പകൽ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ വിളിച്ചു പറ, ആ ദൈവം എൻ്റെ ദൈവമാണ്. ആ ദൈവം എൻ്റെ തലമുറയുടെ ദൈവമാണ്. ആ ദൈവം എനിക്കും എൻ്റെ തലമുറയ്ക്കും എൻ്റെ ചർച്ചിനും വേണ്ടി, ഹല്ലേലൂയ, എൻ്റെ വിഷയത്തിനു വേണ്ടി പ്രവർത്തിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യാക്കോബിനോട് പറഞ്ഞില്ലേ, യാക്കോബേ, ഞാൻ പുഴുവായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ പർവ്വതങ്ങളെ പൊടിച്ച് പാറ്റിക്കളയുന്ന തലത്തിലേക്ക് യാക്കോബിനെ ദൈവം അഡ്രസ് ചെയ്തെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറ, യാക്കോബിൻ്റെ ദൈവം സഹായമായി. തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരും ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യ പദവി ദൈവം നമുക്ക് കൊണ്ടു തന്നതിനാൽ, ഈ ഭാഗ്യ പദവിയിലൂടെ അവിടുന്ന് നമ്മളെ നടത്തുന്നതിനാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്തിട്ട് പറ, യാക്കോബിൻ്റെ ദൈവം സഹായമായി. തൻ്റെ ദൈവമായ യഹോവയിൽ. കാരണം പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹോദരങ്ങളെ, മനുഷ്യരിൽ ആശ്രയിക്കരുത്. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമായി തീരുമ്പോൾ യാക്കോബിൻ്റെ ദൈവം നമ്മളെ സഹായിക്കുന്നവർ. ആ ദൈവം ഇന്നും എന്നേക്കും എൻ്റെ ദൈവമെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറ. വിഷയങ്ങളെ നോക്കി സർവശക്തൻ്റെ കാരുണ്യം ഇന്ന് പ്രഭാതത്തിൽ നീട്ടുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. യാക്കോബിൻ്റെ ദൈവം സഹായമായി. തൻ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരും ഭാഗ്യവാന്മാരായിരിക്കാൻ അവർ കർത്താവെ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് അവരെ നിവർത്തുന്ന, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്ന, ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവത്തിന് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു. ഇന്ന് പകൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, പ്രഷറുകൾ മാറിപ്പോകട്ടെ. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങട്ടെ. സങ്കടങ്ങൾ കൊണ്ടുവന്ന ജനത്തെ വല്ലാതെ തലത്തിലേക്ക് ബാധിക്കുന്ന ദുഷ്ടാത്മസേനകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. കൃപ എന്നാർപ്പോടെ ഞങ്ങൾ ആണിക്കല്ല് കയറ്റുന്നു. പിതാവേ, ഇവിടെ വചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, യാക്കോബിൻ്റെ ദൈവം സഹായമായി. തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരും ധൈര്യപ്പെട്ടിരിപ്പീൻ. നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി കരുതും. ഈ വചനങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.